ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് മാനേജേഴ്സിന്റെ കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പുതുതായി ആഡ് ചെയ്ത നമ്മുടെ ജോസ് മൊറീനോയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക് റൈക്കാർഡിന്റെ മാനേജർ പാക്കിന്റെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ രണ്ട് മാനേജേഴ്സും വരുന്നത് ലോങ് ബോൾ കൗണ്ടർ ഇതിലാണ്, ടാറ്റിക്സിലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഇതിൽ ഏത് മാനേജർ എടുത്താലാണ് വർത്ത് എന്നുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ട്. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കാരണം നമ്മൾ ഇൻ ഗെയിമിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് മാത്രമാണ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല രണ്ട് മാനേജേഴ്സിന് വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിവ്യൂ പറയാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗെയിമിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഈ ഒരു രണ്ട് മാനേജേഴ്സും വരുന്നത് ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സിലാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ജോസ് മോറിനോക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഔട്ട് വൈഡ് എന്ന് പറഞ്ഞ ടാറ്റിക്സും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രാങ്ക് റൈക്കാർഡിലേക്ക് പോകുമ്പോൾ അവിടെ ലോങ് ബോൾ കൗണ്ടറും അതിന്റെ കൂടെ തന്നെ വരുന്നത് പൊസിഷൻ ഗെയിമുമാണ്. ഓക്കെ, സോ ഈ രണ്ടിലും 88 കിട്ടുന്ന രണ്ട് മാനേജേഴ്സ് ആണ് നമ്മളിന്ന് ഇവർ രണ്ടുപേരും. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇതിൽ ഏതാണ്, അതായത് ആരെടുക്കണതാണ് കുറച്ചുകൂടെ ബെറ്റർ? സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റൈറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് കാർഡിന് വരുന്ന ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പാസ് ആണ്. ഓക്കെ, ലോ പാസ് +1 ആണ് നമ്മുടെ റൈറ്റ് കാർഡിന് വരുന്ന എന്താണ് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ സ്ക്വാഡിലെ എല്ലാ പ്ലേയേഴ്സിനും ലോ പാസിൽ +1 ഇൻക്രീസ് ഉണ്ടാവും. അതാണ് ഈ ഒരു ബൂസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ ജോസ് മൊറീനോയിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ടാക്ലിംഗ് ആണ്. ഓക്കെ, ടാക്ലിംഗ് ആണ്. ടാക്ലിംഗ് +1 ആണ് വരുന്നത്. സോ ഇവിടെ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ജോസ് മൊറീനോ എടുത്തു എന്ന് വിചാരിക്കുക. സോ അപ്പം നിങ്ങളുടെ ടീമിൽ, അത് നിങ്ങളുടെ സ്ക്വാഡിലുള്ള ഡിഫൻസീവ് പ്ലേയേഴ്സിന് മാത്രമേ അതുകൊണ്ട് യൂസ്ഫുൾ ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ ഒരു ടാക്ലിംഗ്, അതായത് ഈ ഒരു ടാക്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഡിഫൻസീവ് പ്ലേയേഴ്സിനല്ലേ വേണ്ടേ. ഇപ്പൊ നമ്മുടെ സ്ക്വാഡിൽ എടുക്കുകയാണ് നമ്മുടെ മെസ്സി, അതുപോലെ തന്നെ നമ്മുടെ സുവാരസ്, ഇവർക്കൊന്നും ഡിഫൻസ് ആട്രിബ്യൂട്ട് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് മെസ്സിയുടെ ഒരു സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടാക്ലിംഗ് വരുന്നത് ജസ്റ്റ് വെറും 51 വരുന്നത്, റെഡ് കത്തി കിടക്കാണ്. സോ ഇപ്പൊ നിങ്ങൾ ആ ഒരു ബൂസ്റ്റർ ഇട്ടാലും ജസ്റ്റ് ഒരു 52 ആ റേഞ്ച് വരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിമിൽ യാതൊരു ഡിഫറൻസും വരുത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ റെഡ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബൂസ്റ്റർ വേസ്റ്റ് ആണ്. നമ്മൾ ഈ ഫോർവേഡ് പ്ലേയേഴ്സിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ബൂസ്റ്റർ കംപ്ലീറ്റ്ലി എന്താണ് ഇതാണ്, വേസ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ഡിഫൻസീവ് പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ അത് വളരെ നല്ലതാണ്. കാരണം ഡിഫൻസീവ് പ്ലേയേഴ്സിന് ഓൾറെഡി ഡിഫൻസ് എല്ലാം നല്ല OP ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ഒരു ആട്രിബ്യൂട്ടിനും കൂടുമ്പോൾ നല്ല രീതിക്ക് അത് ഇമ്പാക്ട് ഉണ്ട്. അതായത് 99 ഉള്ളവരാണെങ്കിൽ 100ലേക്ക് പോകും, അതുപോലെ 100 ഉള്ളവർ 101ലേക്ക് പോകും, അങ്ങനെയെല്ലാം പോകും. നമ്മൾ ടോണി ആദംസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ടാക്ലിംഗ് 98 ആണ് വരുന്നത്. സോ ഒരു ബൂസ്റ്ററും കൂടെ കൂടുമ്പോൾ 99 ആവും. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു ഡിഫൻസീവ് ആട്രിബ്യൂട്ടിൽ ഇൻക്രീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓക്കെ. സോ ഗൈസ്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ ഓവറോളും ചില പ്ലേസിന് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഏത് പ്ലേസ് എന്ന് അറിയത്തില്ല, ചില വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഫൻസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ ജോസ് മൊറീനോ നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ റൈറ്റ് കാർഡിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ പാസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ലോ പാസിന് ഗുണം വെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്ലേയേഴ്സിനും ഈ ഒരു ലോ പാസ് കൊണ്ട് കാര്യമുണ്ട്. ഓക്കെ, കാരണം നേരത്തെ പറഞ്ഞ ഡിഫൻസീവ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഡിഫൻസീവ് പ്ലേയേഴ്സിന് മാത്രമേ അതുകൊണ്ട് യൂസ്ഫുൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ലോ പാസ് ആണെങ്കിൽ ഏതൊരു പ്ലേയേഴ്സിനും ആവശ്യമായ ഒരു ആട്രിബ്യൂട്ട് ആണ്. ഇപ്പൊ നിങ്ങൾ ഡിഫൻസീവ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോർവേഡ് ആയിക്കോട്ടെ, മിഡ് ആയിക്കോട്ടെ, എല്ലാവർക്കും പാസിംഗ് എബിലിറ്റി വേണം. കാരണം പാസിംഗ് എബിലിറ്റി, അതായത് പാസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിഫൻസ് ചെയ്യുന്ന പന്ത് ഫോർവേഡിലേക്ക് എത്തിച്ച് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ മിഡിൽ കളിക്കുന്ന ആളുകൾക്കും ഫോർവേഡ് പ്ലേയേഴ്സിനും ബാക്ക് പ്ലേയേഴ്സിനും എല്ലാവർക്കും പാസിംഗ് വേണം. സോ അതുകൊണ്ട് തന്നെ ലോ പോസ്റ്റ് ഒരു ഇച്ചിരി കൂടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ എന്താണ് നമ്മളിപ്പോ എന്താണ് നമ്മുടെ ഒരു വെക്കംബിയോർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോ പാസ് ഉള്ള ഒരു പ്ലെയർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഒരു ചൂടും കൂടുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാകും. ഗെയിമിൽ നല്ല രീതിക്ക് ഇമ്പാക്റ്റിങ് അതിലൊക്കെ വരുത്താൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ബാക്ക് പ്ലേയേഴ്സ് ആണെങ്കിൽ, നിങ്ങളുടെ ഫോർവേഡ് പ്ലേയേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ ഹുവാർസോക്ക് ആണെങ്കിൽ അത്യാവശ്യം ലോ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 70 ആ റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു +1 വരുമ്പോൾ 71 ആ റേഞ്ച് വരും. സോ ഇതുകൊണ്ട് ഗെയിമിൽ നല്ല രീതിക്ക് ഇമ്പാക്റ്റിങ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ മിഡ് പ്ലേയേഴ്സിന് ഓൾറെഡി ലോ പാസ് അത്യാവശ്യം നല്ല OP ആയിരിക്കും. ഫോർ സ്ട്രൈക്കേഴ്സിന് അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് വളരെ കുറവായിരിക്കും.
ഇപ്പൊ നമ്മുടെ ചിലർക്ക് കുറവായിരിക്കും, ചിലവർക്ക് നല്ല കൂടുതലുണ്ടാവും. സോ എന്നാലും എന്താണ് അത്യാവശ്യം നിങ്ങളുടെ സ്ക്വാഡിലെ എല്ലാ പ്ലേസിനും അത്യാവശ്യം യൂസ്ഫുൾ ആയ ഒരു ബൂസ്റ്ററാണ് ഈ ഒരു രോ പാസ് എന്ന് പറയുന്നത്. സോ അതാണ് മെയിൻ ഡിഫറൻസ്. കാരണം നിങ്ങളിപ്പോൾ ജോസ് മോറിനോട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിഫൻസീവ് ആട്രിബ്യൂട്ടിലായിരിക്കും ബൂസ്റ്റ് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ സ്ക്വാഡിൽ മാക്സിമം പോയ ഒരു 5 ഡിഫൻഡേഴ്സ് ആ ഒരു റേഞ്ച് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. മാക്സിമം കൂടുതൽ പേര് അങ്ങനെ ഇട്ടിട്ടായിരിക്കും കളിക്കുന്നത്, മനസ്സിലാവും. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ അതായത് നിങ്ങൾ ജസ്റ്റ് ഡിഫൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ജോസ് മോറിനോട് സൈൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ ടീം ഫുൾ ഓവറോൾ അതായത് നിങ്ങൾ ഡിഫൻസ് അതുപോലെ തന്നെ പാസിങ് പിന്നെ അറ്റാക്കിങ് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ എന്താണ് ഫ്രാങ്ക് റൈക്കാർഡ് ആയിരിക്കും എൻ്റെ ഒരു സജഷൻ. കാരണം ആ ഒരു ബൂസ്റ്റർ തന്നെയാണ്. പിന്നെ രണ്ട് മാനേജേഴ്സും ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സ് തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ഫ്രാങ്ക് റൈക്കാർഡിന് സൈൻ ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഈ ഒരു ലോങ് ബോൾ കൗണ്ടറിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ തന്നെ ഡിഫൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എനിക്കൊരു ഡിഫൻസീവ് ആട്രിബ്യൂട്ടിൽ ഒരു പ്ലസിന്റെ ആവശ്യം പൊതുവെ ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ജോസ് മോറിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ചോയ്സ് റൈക്കാർഡ് തന്നെയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ ജോസ് മോറിനോയുടെ ഒരു മാനേജറിനെ വെച്ചിട്ട് തന്നെ കളിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സൈൻ ചെയ്യാവുന്നതാണ്. കാരണം ജസ്റ്റ് 500 കോയിൻസിന് തന്നെ വരുന്നത്. സോ 500 കോയിൻസിന് 2 മാനേജർ പാക്കും വെർത്താണ്. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആണ് തോന്നുക, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്ക്വാഡൊക്കെ എങ്ങനത്തെയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ്. സോ എൻ്റെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ജോസ് മൊറീനോനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ ഫ്രാങ്ക് റൈക്കാർഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗെയിമിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് മാത്രമാണ് കമ്പയർ ചെയ്തത്. നമ്മൾ ഗെയിം പ്ലേ ഒന്നും ചെയ്തിട്ടില്ല ഈ രണ്ട് മാനേജേഴ്സിനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ല, ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് മാനേജറാണ് സൈൻ ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫേസിലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല രീതിക്കുള്ള കോണ്ടന്റ്സ് ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് സെറ്റ് ആക്കുക കേട്ടോ. സോ ഗൈസ്, ബൈ.